പ്രിയമുള്ളവരെ, ഇവിടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർ ഒരുമിച്ച് ചേർന്നിരിക്കുക. കർഷകർ എന്തിന് ഈ തെരുവിലേക്ക് ഇറങ്ങി? ശരിയാണ്, പള്ളിയിലച്ചന്മാരും മെത്രാന്മാരും സിസ്റ്റേഴ്സും ഒന്നും ആളുകളെ കൂടി തെരുവിലിറങ്ങുന്ന പതിവ് സാധാരണഗതിയിൽ അത് രാഷ്ട്രീയക്കാരുടെ പതിവാണ്. ഞങ്ങൾ തെരുവിലിറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ കുടിയേറ്റ ജനതയ്ക്ക് ഒന്നേ ഈ മലയോര കർഷകർക്ക് ഒരു വാക്ക് പറയാനുള്ളൂ: ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയത് സത്യമാണ് എങ്കിൽ ആ അവകാശം നേടിയെടുക്കാതെ വെച്ച കാലം ഞങ്ങൾ പിന്നോട്ട് വെക്കില്ല, പറഞ്ഞ വാക്ക് ഞങ്ങൾ തിരിച്ചെടുക്കില്ല എന്ന് ഉത്തരവാദപ്പെട്ട നേതാക്കൾ മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന് എന്ന് എനിക്ക് പറയാനുള്ളൂ. 3 കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇവിടുത്തെ കർഷകന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഓരോരോ നിയമങ്ങൾ സർക്കാർ ഉണ്ടാക്കുകയാണ്. ESA, EFL, ബഫർ സോണ് എന്നെല്ലാം ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് ഇതാ കർഷകന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ വിവിധങ്ങളായ പേരുകള് ഇട്ടുകൊണ്ട് കർഷകരെ സമീപിക്കുന്നു. അല്ലയോ സർക്കാർ, അത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ, കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ, ഞങ്ങൾക്ക് പറയാൻ ഒന്നേയുള്ളൂ: കർഷകന്റെ കൃഷിഭൂമി എന്ന് പറയുന്നത് അവന് പ്രാണനോളം പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ നെഞ്ചിൽ ശ്വാസത്തിന്റെ ഒരു കണിക ശേഷിക്കുന്നിടത്തോളം നിങ്ങൾ എന്ത് ഓമന പേരിട്ട് വിളിച്ചാലും ഒരൊറ്റ റവന്യൂ ഉദ്യോഗസ്ഥനെയും ഞങ്ങളുടെ കൃഷിഭൂമിയിൽ കയറ്റുകയോ 1 സെന്റ് ഭൂമി ജപ്തി ചെയ്ത് കൊണ്ടുപോകാം എന്ന് നിങ്ങൾ വിചാരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അതിനു വേണ്ടി ഏത് വേലി കെട്ടിയാലും ഏത് കുറ്റി നാട്ടിയാലും ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഒരു ഉദ്യോഗസ്ഥൻ നാട്ടുന്ന ഒരു കുറ്റിക്കും 24 മണിക്കൂർ പോലും ആയുസ്സുണ്ടാവില്ല എന്ന് ഈ മലയോര കർഷകന്റെ ഹൃദയ ശബ്ദത്തിൽ ഞാൻ സർക്കാരിന് മുന്നറിയിപ്പ് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗ്രാമങ്ങളിൽ എങ്ങനെ കടുവ വന്നു എന്നുള്ളത് നമുക്കൊരു സംശയമാണ്. ഈ വയനാട്ടിലെ കർഷകർ എന്നോട് സങ്കടം പറഞ്ഞു. അവര് പറഞ്ഞു, വനം വകുപ്പ് ഉദ്യോഗസ്ഥര് കടുവകളെ കാട്ടിൽ നിന്ന് ലോറിക്ക് കയറ്റി സാധാരണ മനുഷ്യന്റെ കൃഷിഭൂമിയിൽ ഇറക്കി വിടുന്നുണ്ട് എന്ന്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വനപാലകരെ, ഞങ്ങളുടെ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. സാധാരണക്കാരായ കർഷകർ തിങ്ങി നിറഞ്ഞ് വസിക്കുന്ന സ്ഥലങ്ങളില്, കടുവായെ കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത നാട്ടില് എങ്ങനെ കടുവായും പുലിയും സ്വൈരവിഹാരം നടത്തുന്നു എന്ന് ചോദിച്ചാല് അത് വനപാലകരുടെ വീഴ്ചയാണ്, അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ്. ഓർക്കുക, ഈ വയനാട്ടിൽ കടുവ കടിച്ചു കൊന്ന് പകുതിയോളം ഭക്ഷിച്ച പ്രജേഷിന്റെ മരണത്തിന് ആരാണ് ഉത്തരവാദി? ലോറി ഇടിച്ച ലോറി ഡ്രൈവർ ഉത്തരവാദിയാണ്, കേസെടുക്കും. കടുവ തിന്നാൽ ആരാണ് ഉത്തരവാദി? പ്രിയപ്പെട്ടവരെ, കടുവ തിന്നതിന് ഉത്തരവാദി ഒരാളേ ഉള്ളൂ. ഈ നാട്ടിലെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ വയനാട് DFOയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അദ്ദേഹത്തെ നിയമത്തിന്റെ വഴികളിലൂടെ തുറുങ്കിലടയ്ക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ കർഷകന് സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്ന സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. കർഷകൻ കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത സങ്കടക്കടലിലൂടെയാണ്. ഇവിടെ ബാങ്കുകാരാണ് കർഷകനെ വിഴുങ്ങാൻ നിൽക്കുന്ന മറ്റൊരു നീരാളി എന്ന് പറയുന്നത്. ആകർഷകമായ വ്യവസ്ഥകൾ പറഞ്ഞ് കർഷകന് ലോൺ കൊടുത്തേച്ചിട്ട് ഇവിടുത്തെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാര് മരണപത്രത്തിലേക്ക് ഇവിടുത്തെ കർഷകരെ തള്ളിവിടുകയാണ്.
കഴിഞ്ഞ 10 ദിവസത്തിനുള്ളില് ഇവിടെ 3 കർഷകർ ബാങ്കിന്റെ ജപ്തി നോട്ടീസ് കിട്ടിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഗതികേടുണ്ടായി. അല്ലയോ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങളുടെ ഒത്തുകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പണ്ടൊക്കെ പത്രത്തിൽ പരസ്യം ചെയ്ത് നോട്ടീസ് ഇട്ട് ചെണ്ട കൊട്ടി നാട്ടുകാരറിയുന്ന രീതിയിൽ ജപ്തി ചെയ്യുമായിരുന്നു. ഇന്നതൊന്നുമില്ല. ഇന്നെന്താ ചെയ്യുന്നത്? ഇന്ന് ഓൺലൈൻ ജപ്തിയാണ്. അതായത് ഓൺലൈനിൽ അവര് പരസ്യം ചെയ്യുന്നു, ഇന്നയാളുടെ പറമ്പ് ജപ്തി ചെയ്യും. ജപ്തിക്ക് വേണ്ടി ലേലമൊന്നുമില്ല. ബാങ്ക് ഉദ്യോഗസ്ഥരും നാട്ടിലെ ഭൂമാഫിയായും കൂടി ഒത്തുകളിച്ചുകൊണ്ട് 1 കോടി രൂപയുടെ ഭൂമി, 10 ലക്ഷം രൂപ കടമെടുത്തവന്റെ കൃഷിഭൂമി ഈ മാഫിയ പിടിച്ചെടുക്കുന്ന സാഹചര്യം. ബാങ്കുകാര് അത് 30 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് മാഫിയായിക്ക് വിൽക്കുന്നു. കടമടച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ ലാൻഡ് മാഫിയായും ബാക്കി മുതൽ പകുത്തെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജപ്തി എന്ന പേരും പറഞ്ഞ്, ഓമന പേരും പറഞ്ഞ് നമ്മുടെ കൃഷിഭൂമിയിലേക്ക് ബാങ്ക് ഉദ്യോഗസ്ഥന്മാര് വരുമ്പോൾ നമ്മുടെ ഓരോ പഞ്ചായത്ത് വാർഡുകളിലും ഇത്തരത്തിലുള്ള ജപ്തി പ്രതിരോധത്തിന് വേണ്ടിയുള്ള സംരക്ഷണ സമിതികൾ നമ്മൾ രൂപീകരിക്കും. ഒരു കർഷകന്റെ ജീവൻ പോലും ഇനി ജപ്തിയുടെ പേരിൽ പൊലിയാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. പാവപ്പെട്ട കർഷകനെ ജപ്തി ചെയ്യാൻ ഒരു നിയമവ്യവസ്ഥിതിയും ഇവിടെ ഇല്ലാത്ത സാഹചര്യമാണ്. ഓർക്കുക, ഈയിടെ ഒരു വക്കീൽ പറയുന്നത് ഞാൻ കേട്ടു. ഒരു കൊലക്കേസ് പ്രതിക്ക് സെഷൻസ് കോടതിയിൽ ശിക്ഷ വിധിച്ചാൽ ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. അവന്റെ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടാൻ പ്രസിഡന്റിന് ദയാഹർജി പോലും കൊടുക്കാം. എന്നാൽ ഒരു കർഷകന്റെ ഉപജീവന മാർഗമായ കൃഷിഭൂമി പിടിച്ചെടുക്കുന്നതിന് പ്രിയപ്പെട്ടവരെ 4 ബാങ്ക് ഉദ്യോഗസ്ഥരും ഏതാനും ലാൻഡ് മാഫിയായും ഒത്തുകളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇത് നീതിയാണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമല്ലേ. നാട്ടിലെ കൊലപാതകികൾക്കും തെമ്മാടി കൂട്ടങ്ങൾക്കും പോലും കിട്ടുന്ന നിയമപരിരക്ഷ ഇവിടുത്തെ പാവപ്പെട്ട കർഷകന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല എങ്കിൽ അതുണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ കർഷകർ ഒറ്റക്കെട്ടായി നിൽക്കണം. പ്രിയപ്പെട്ട കർഷകരെ, നിങ്ങളുടെ 1 സെന്റ് ഭൂമി പോലും ജപ്തി ചെയ്ത് പോകാതിരിക്കാൻ, നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും സഞ്ചരിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ്. ഞാനിത് പറയുന്നത് ആത്മഹത്യ ചെയ്ത കർഷകരുടെ വീടുകളിൽ ചെന്നപ്പോൾ അയൽവക്കത്തെ കർഷകർ എന്നോട് പറഞ്ഞു, പിതാവേ, ഞങ്ങളും ആത്മഹത്യയുടെ വക്കിലാണ്. ഈ സമ്മർദ്ദം തുടർന്നാൽ ഞങ്ങളും ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ അവസ്ഥയാണുള്ളത്. അല്ലയോ കർഷകരെ, നിങ്ങൾ ആരും ബാങ്കുകാരന്റെ വിരട്ട് കേട്ട് ആരും ഇനിമേൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ആത്മഹത്യയുടെ വഴിയെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കരുത്. കാരണം എന്ത് എന്ന് ചോദിച്ചാല്, നമ്മൾ ഈ രാജ്യത്ത് നികുതി അടച്ച് ഏതൊരു പൗരനെയും പോലെ പറമ്പിൽ പണിയെടുക്കുന്ന കർഷക മക്കളാണ്. നമുക്ക് അവകാശമുണ്ട്. ജീവിക്കാനുള്ള അവകാശം നമുക്കില്ലേ? അതെടുത്തു മാറ്റാൻ ഏത് ഉദ്യോഗസ്ഥനാണ്, ആരാണ് ഇവിടെ തിട്ടൂരം കൊടുത്തിരിക്കുന്നത് എന്നറിയാൻ നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ കർഷകനും ഒരു ജപ്തി നോട്ടീസിനെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ കൃഷിഭൂമിയോ കിടപ്പാടമോ ജപ്തി ചെയ്യാൻ വരുന്നവരെ നമ്മൾ സംഘാതമായി നേരിടും. ഞങ്ങൾക്ക് കർഷകർക്ക് വിശ്വാസവർജന നടത്തി പരിചയമില്ല. ഞങ്ങളുടെ ബാങ്ക് ലോൺ അടയ്ക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാഞ്ഞത് ഞങ്ങൾ ആരെയും കബളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടല്ല. ഞങ്ങളുടെ കടമടയ്ക്കേണ്ട പണം മുടക്കിയ കൃഷിഭൂമി വന്യമൃഗങ്ങൾ കയ്യേറി. വന്യമൃഗങ്ങള് സർവമാന ഭൂമിയിലെ സകല വിഭവങ്ങളും നശിപ്പിച്ചു. ആരാണ് ഉത്തരവാദി? കൃഷിഭൂമിക്ക് സംരക്ഷണം തരേണ്ട സർക്കാർ ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല.
അതുകൊണ്ടാണ് കർഷകൻ ലോൺ തിരിച്ചടയ്ക്കാത്തത്. ലോൺ തിരിച്ചടയ്ക്കാത്ത കർഷകന്റെ സങ്കടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ കാർഷിക കടങ്ങൾ, ചെറുകിട കർഷകരുടെ മുഴുവൻ കാർഷിക കടങ്ങളും എഴുതിത്തള്ളണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, കടം എഴുതിത്തള്ളുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കഴിഞ്ഞ ദിവസം ലോകസഭയില് ഒരു വാർത്ത മന്ത്രി പറഞ്ഞു. എന്താണോ, കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ബാങ്കുകൾ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കടം എഴുതിത്തള്ളിയത് എത്ര കോടിയാണ് എന്ന് ചോദിച്ചാൽ 14.56 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളി. അതിന്റെ 10-1 പോലും വേണ്ട ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ കർഷകരുടെയും കടങ്ങൾ എഴുതിത്തള്ളാൻ മൻമോഹൻ സിംഗ് സർക്കാർ ഒരിക്കൽ എഴുതിത്തള്ളി. അന്ന് 67,000 കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിനുണ്ടായത്. ആ സർക്കാരാണ് ഈ നാട്ടിലെ വൻകിട കോർപ്പറേറ്റ് മുതലാളിമാരുടെ കടങ്ങൾ എഴുതിത്തള്ളിയത്. 1-2 കോടിയല്ല, 14.56 ലക്ഷം കോടി. അത് എത്ര തുകയാണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്ന് 14.56 ഇട്ടിട്ട് വിരലിലെണ്ണി 0 ഇടണം. അത് വായിക്കാൻ പറ്റാത്തത്ര വലിയ തുകയാ. ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് ദാസ്യവേല ചെയ്യാൻ സർക്കാരിന് ഇഷ്ടം പോലെ പണമുണ്ട്. അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ സർക്കാരുകൾക്ക് ആവേശമാണ്. കാരണം ഇലക്ഷൻ ഫണ്ടിലേക്ക് കോടികൾ ഒഴുക്കുന്നത് ഇവരാണ് എന്നുള്ളത് കൊണ്ട് കേരള സർക്കാർ കടമെടുക്കാൻ വേണ്ടി വ്യഗ്രതപ്പെടുകയാണ്. എന്നാൽ ആ കടമെടുത്തിട്ട് ഇവിടെ കർഷകന് കൊടുക്കാനുള്ള സബ്സിഡി കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞില്ല. റബ്ബർ കർഷകന് സബ്സിഡി കൊടുത്തോ? കുട്ടനാട്ടിലെ നെൽകർഷകന് സബ്സിഡി കൊടുത്തോ? ഇവിടെ വേണ്ട. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ആന ചവിട്ടി കൊല്ലപ്പെട്ടു. ആ സഹോദരന്റെ വിധവ ഇവിടെ ഇരിക്കുന്നു. അവിടെ നിങ്ങൾ ചോദിച്ചു നോക്കുക, ഇവിടെ സാക്ഷ്യപ്പെടുത്തി 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. സർക്കാർ നിങ്ങൾ കടമെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ഞങ്ങൾ ചോദിക്കുക. നിങ്ങൾ കടമെടുത്തു, കേന്ദ്ര സർക്കാർ സമ്മർദ്ദങ്ങൾ ചെയ്ത് പണം വാങ്ങിച്ചുകൊള്ളുക. പക്ഷേ നിങ്ങൾ പ്രഖ്യാപിക്കണം, ഇനി കർഷകന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ഇവിടെ ശമ്പള വിതരണമുള്ളൂ എന്ന് പറയാനുള്ള ആർജവത്വം സർക്കാരിനുണ്ട് എങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെ ഞങ്ങൾ ആദരിക്കാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കേരളം മുഴുവനും ജനസദസ് നടത്തുകയാണ്. കണ്ണൂര് ജനസദസ്സിൽ ഞാനും പോയതാണ്. അവിടുത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമ്മേളനത്തിൽ ഞാൻ പോയ വകയിൽ മലയോര കർഷകരിൽ പലർക്കും വിഷമമുണ്ട് എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പോയത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടേസ്റ്റ് രുചിക്കാൻ വേണ്ടി ഒന്നുമല്ല. ഞാൻ പോയത് കർഷകരായ നിങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഞാൻ പോയി സർക്കാരിനോട് പറഞ്ഞത് 21 എല്ലാ മന്ത്രിമാരും സകലമാന MLA-മാരും, എത്ര മന്ത്രിമാരെ ഇപ്പോൾ ഉള്ളത് സന്യാസം? 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും സകലമാന സംസ്ഥാന ഉദ്യോഗസ്ഥരും വരുന്ന വേദിയിൽ ഞാൻ പറഞ്ഞു, നിങ്ങള് സർക്കാർ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് എന്ന് മുഖ്യമന്ത്രി ആമുഖ പ്രഭാഷണത്തിൽ ചായ കുടിക്കാനിരിക്കുന്ന ഞങ്ങളോടെല്ലാം പറഞ്ഞു. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വാഗ്ദാനങ്ങൾ നിങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് എന്ന് പറയുന്നത് നല്ല കാര്യം. എല്ലാ വാഗ്ദാനങ്ങളെയും കുറിച്ച് പറയാൻ എനിക്ക് ആധികാരികതയില്ല. പക്ഷേ അല്ലയോ മുഖ്യമന്ത്രി, നിങ്ങൾ കർഷകരായ ഞങ്ങളോട് പറഞ്ഞ വാക്ക് ഇതുവരെയും പാലിച്ചില്ല. അതെന്താണ് ആ വാക്ക്? റബ്ബറിന് 250 രൂപ വില തരുമെന്ന്. 300 രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ വിഷമമായി പോയല്ലോ. വേണ്ട, 50 കുറയ്ക്കാൻ. നിങ്ങൾ പറഞ്ഞ 250 തന്നാ മതി. തരുമെങ്കിൽ
ഒന്നുകിൽ നിങ്ങളുടെ ഈ യാത്ര ഐതിഹാസിക യാത്രയാണ്, അല്ലെങ്കിൽ ഈ യാത്ര കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം കർഷകനെ പരിഗണിക്കാതെ ഇവിടുത്തെ സാധാരണക്കാരായ 80% മനുഷ്യൻ കർഷകരായ ഒരു നാട്ടില് കർഷകന്റെ വികാരങ്ങളെ മാനിക്കാതെ എങ്ങനെയാണ് ഒരു സർക്കാരിന് ജനകീയമായ സർക്കാരാണ് എന്ന് പറയാൻ പറ്റുക? അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, തിരുവനന്തപുരത്ത് അങ്ങയുടെ യാത്ര എത്തുന്നതിന് മുൻപ് അങ്ങ് എവിടെ വെച്ച് പ്രഖ്യാപിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു പ്രഖ്യാപനം ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. ഞാനാണ് നിങ്ങളോട് പറഞ്ഞത്, മുഖ്യമന്ത്രി പറയണം. ഒരു രംഗോ 2 രംഗോ ഉണ്ടായിക്കോട്ടെ, മുഖ്യമന്ത്രി നെഞ്ചെ കൈവച്ച് പറയണം, അല്ലയോ കർഷകരെ, നിങ്ങൾക്ക് ഞാനാണ് വാഗ്ദാനം ചെയ്തത് റബ്ബറിന് 250 രൂപ വില തരുമെന്ന്. ഞാൻ പറഞ്ഞ പ്രകടന പത്രികയിലെ കാര്യം ഇതാ, ഈ വരുന്ന ജനുവരി 1 മുതൽ നടപ്പിലാക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങൾ വോട്ട് തരാൻ തയ്യാറാണ്. കേന്ദ്ര ഗവൺമെന്റ് കർഷകന് അനുകൂലമായി വോട്ട് കൊടുത്താൽ, അനുകൂലമായി തീരുമാനമെടുത്താൽ അവർ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ പേര് നിങ്ങൾക്ക് വിഷമമാണല്ലോ. കേന്ദ്രമാണ് 300, കേരളത്തിന് സബ്സിഡി 250. കേരളം 250 തന്നാൽ മതി, അവർക്ക് സമ്പത്തില്ലെന്നല്ലേ പറഞ്ഞ്. നിങ്ങൾ 250 തന്നാൽ നിങ്ങൾക്കോട്ട്, കേന്ദ്രമാണെങ്കിൽ 300 തരണം. അവർക്ക് ഭംഗിയൊന്നുമില്ല, അവർക്ക് തരാൻ ആസ്തിയുള്ളവരാണ്, അവരത് തരണം. ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ് എന്ന തിരിച്ചറിവോട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ അതിജീവന യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കാം. വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ നിലനിർത്തേണ്ടത് വനപാലകരുടെ ഉത്തരവാദിത്വം. ഈ കാട്ടുപന്നിയും കുരങ്ങും ഇതൊന്നും വന്യമൃഗമല്ല പ്രിയപ്പെട്ടവര്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കൃഷിഭൂമിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ചക്കയും മാങ്ങായും തിന്ന്, നിങ്ങളുടെ കപ്പയും ചേനയും തിന്ന് വളരുന്ന ഈ പന്നി എങ്ങനെയാണ് കാട്ടുപന്നിയാകുന്നത്? അത് കാത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ആ പന്നികൾ നിങ്ങളുടെ പറമ്പിൽ വളർത്തുന്ന നിങ്ങളുടെ സ്വന്തം പന്നികളാണ്. അതിന്റെ പേരുള്ള എല്ലാ അവകാശവും കർഷകരെ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഏത് വനപാലകരെയായി ഭയപ്പെടുന്നത്? വനപാലകരോട് പറയാ, നീ പോയി വനം പാലിക്കുക, കൃഷിഭൂമി പാലിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയാനുള്ള ആർജവത്വം കർഷകരെ നമ്മൾ എന്ന് നേടുന്നുവോ അതുവരെയും ഈ വനപാലകർ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. വനപാലകരോട് പറയുക, ആ വാക്കിന്റെ അർത്ഥം എന്താ? വനം പാലിക്കവെന്ന്. നിന്റെ സ്ഥാനം എവിടെയാണ്? വനാതിർത്തി. അവിടെ പോയി തോക്കും പിടിച്ച് നിൽക്കുക. ഒരു മൃഗം പോലും ഇങ്ങോട്ട് കടക്കാതെ കർഷകനെ സംരക്ഷിക്കാനാണ് ഞങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തന്ന് നിർത്തിയിരിക്കുന്നത്, അല്ലാതെ ഞങ്ങളുടെ മേൽ കുതിര കയറാനല്ല. ഒരു വനപാലകനും ഇനിമേൽ നമുക്കെതിരായി അന്യായമായ നീക്കങ്ങൾ നടത്തിയാൽ പ്രതിരോധിക്കാൻ കർഷകരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഞാൻ DFOയോട് ഈ വിഷയം സംസാരിച്ചു. DFO പറഞ്ഞു, കാട്ടുപന്നിയെ പിടിച്ച വകയിൽ ഞങ്ങൾ പ്രശ്നത്തിന് വരുന്നില്ലല്ലോ. പ്രശ്നം എവിടെയാണ്? അവിടെ നിന്ന് നിരന്തരമായ പരാതി, ഇന്നവൻ കാട്ടുപന്നിയെ പിടിച്ച് അവനെ പിടിക്കണേ എന്ന് പറഞ്ഞ് പരാതി. ആരാ പരാതി അയച്ചത്? കൊല്ലപ്പെട്ട കാട്ടുപന്നിയുടെ ഭാര്യയൊന്നുമല്ല. ആരാ അയച്ചത്? നിങ്ങൾക്കറിയാം. ഈ സ്വഭാവം മാറ്റാതെ കർഷകരെ നമ്മൾ നന്നായി മാറ്റേണ്ടത് നമ്മുടെ സ്വഭാവം കൂടിയുണ്ട്. കൂട്ടായ്മയുടെ കരുത്ത് സാക്ഷ്യപ്പെടുത്താത്തിടത്തോളം കാലം നാം എല്ലാവരുടെയും ചൂഷണത്തിന് എക്കാലവും ഇരയായി തീരും. കർഷകന് രാഷ്ട്രീയമില്ല, കർഷകന് അതിജീവനം മാത്രമാണ് ഇനിമേൽ ലക്ഷ്യം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ മലയോര കർഷകർക്ക് ഇനി രാഷ്ട്രീയത്തിന്റെ പേരിൽ മതിലുകളില്ല. കർഷകന് അവന്റെ അതിജീവനം മാത്രമാണ് ലക്ഷ്യം. ആ അതിജീവനത്തിന് കർഷകനെ ആര് സഹായിക്കുന്നു അതാണ് കർഷകന്റെ രാഷ്ട്രീയം എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു നിലപാട് നിങ്ങൾക്ക് സമ്മതമാണ് എങ്കിൽ
നിങ്ങൾ ഒറ്റക്കെട്ടായി കൈയടിക്കുക. നമുക്ക് രാഷ്ട്രീയത്തിന്റെ പേരില് ഇനി കലഹം വേണ്ട. നാം ഇനിമേൽ സമ്മതിക്കുന്നത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു തരുന്നത് ആരോ അവരുടെ ഒപ്പമാണ്. സണ്ണി ജോസഫ് MLA ഇവിടെ ഇരിപ്പുണ്ട്. കോൺഗ്രസുകാരോട് പറ, കോൺഗ്രസുകാർ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്ത്. നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ നിൽക്കാം. അതിന്റെ ഇടയിൽ മുഖ്യമന്ത്രി 250 രൂപ പ്രഖ്യാപിച്ച ചിലപ്പോൾ ഞങ്ങൾ വോട്ടോട് കൊടുക്കാതിരിക്കും. അത് ഞങ്ങളോട് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് അതിജീവനമാണ് ഞങ്ങളുടെ വിഷയം. ഈ അതിജീവന യാത്ര ആ ഒരു അതിജീവനത്തിന് വഴി തുറക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി, കാസർഗോഡ് നിന്ന് വയനാട് കരിന്തളത്തേക്കുള്ള 420 kV ലൈന് അത് പോകുന്നത് കർഷകന്റെ കൃഷിഭൂമിക്ക് മുകളിലൂടെയാണ്. 420 kV ലൈൻ എന്നൊക്കെ പറഞ്ഞാല് അത് നമുക്ക് ചിന്തിക്കാനാവാത്തത്ര ശക്തമായ വൈദ്യുത പ്രവാഹമാണ്. അതിന്റെ എത്ര മീറ്ററാണ് ബഫർ സോൺ? പൈസ എത്രയെന്ന് പറഞ്ഞ് 52 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ പോകുന്നതിന്റെ കീഴേ മാത്രമല്ല അതിന്റെ ഇരുവശങ്ങളിലോട്ട് 52 മീറ്റർ. 52 മീറ്റർ എന്ന് പറഞ്ഞാല് സാധാരണ ഒരു കർഷകന്റെ കൃഷിഭൂമി മുഴുവനും ആണത്. ആ 52 മീറ്റർ സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ്, ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കുക. 52 മീറ്റർ എടുക്കുകയാണ് എങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് പറയാനുള്ളത്, ദേശീയ പാതയ്ക്ക് നിങ്ങൾ എത്ര പണം കൊടുത്തുവോ അതിന് തുല്യമായ പണം ഞങ്ങൾ കർഷകർക്കും കിട്ടിയേ പറ്റുള്ളൂ. ദേശീയപാതയുടെ പറമ്പിന് മൂല്യമുണ്ട്. അത് മൂല്യം ഉണ്ടായത് എങ്ങനെയാ? ദേശീയപാത വന്നത് കൊണ്ടല്ലേ മൂല്യം ഉണ്ടായത്. ഞങ്ങളുടെ പറമ്പിന് മൂല്യമില്ലാതായത് എങ്ങനെയാണ്? നിങ്ങളുടെ ഈ 420 kV ലൈൻ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ വലിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് മലയോര കർഷകർ ഇനി നിങ്ങളുടെ ഉമ്മാക്കികൾ കണ്ട് ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ദുഷ്പ്രഭുത്വങ്ങൾ കണ്ട് ഞങ്ങൾ പിന്മാറുന്നില്ല. ഈ 420 kV ലൈനിന്റെ ഒരു തൂണെങ്കിലും നാട്ടണമെങ്കിൽ ഞങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പറമ്പുടമയുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നാലല്ലാതെ ഒരു തൂണ് പോലും നാട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അതിജീവന യാത്ര കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഐതിഹാസിക യാത്രയായി മാറട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മലയോര കർഷക മക്കളുടെ മുഴുവനും അനുവാദത്തോടെ ഈ അതിജീവന യാത്ര ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.